അച്ഛൻ ഇന്ന് എന്തോ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് കേരയുടെ തലക്കറിയും തലക്കറിയും കപ്പയും വേവിച്ചിരുന്ന കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ കേര വാങ്ങിച്ചിട്ടുണ്ടല്ലോ, കേരയുടെ തലയും കപ്പയും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ നല്ല രീതിയിൽ അത് കറി വെച്ച് കപ്പയും വേവിച്ച് തിന്നാം, ടേസ്റ്റ് നോക്കാം. അപ്പൊ നമുക്കിന്ന് കേരക്കറിയും കേരയുടെ തലക്കറിയും കപ്പയും. അപ്പൊ ഞാൻ ഇവിടെ കേര വാങ്ങിച്ചിട്ടുണ്ട്, ചാരുകൂടി കേര വാങ്ങിച്ചു, പിന്നെ കപ്പയും. കണ്ണു നോക്കി ഞാൻ കപ്പ പൊളിച്ച് തരാം. അരിയണം കേട്ടോ, എനിക്ക് അരി അറിയത്തില്ല. ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി തരാം. അച്ചാടല്ല കറി വെക്കാൻ കറി വെക്കാൻ തലേടെ ഇവിടെയൊക്കെ ചെതുമ്പലൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ തേച്ച് വൃത്തിയാക്കണം. ഉപ്പൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കണം, എന്നെങ്കിലേ തലയ്ക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമുക്കൊരു കാര്യം ചെയ്യാവേ. ഈ തലക്കറി വെക്കാനായിട്ട് കുറച്ച് 3 സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്. 3 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 4 ചെറിയ ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂണായതുകൊണ്ട് 4 സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് ഞാൻ ആദ്യമേ ഒരു പാത്രത്തിനകത്തോട്ട് ഇടുവാണ്. ഒരു ചെറിയ പാത്രത്തിനകത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും. അതൊരു പുതിയ ഇതപ്പം നമ്മളിങ്ങനെ അരച്ചെടുത്ത പോലെ ഇരിക്കും. അത് കടുവറക്കിടാൻ നേരം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല അരച്ച് പേസ്റ്റ് ആയതുപോലെ ഇരിക്കും. കുറച്ചും കൂടെ ഒരു കൊഴുപ്പൊക്കെ വരും. നമ്മുടെ ഇപ്പം ശകലം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം. നിങ്ങൾ ചിലരൊക്കെ ചെയ്യാറുണ്ടായിരിക്കും ഇങ്ങനെ, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പുളി, നിങ്ങൾക്ക് ആർക്കെങ്കിലും പുളി ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഇതുപോലെ ഉണക്കി നല്ല മയമൊക്കെ ചേച്ചി ഇങ്ങനെ വെക്കുന്നുണ്ട്. കിലോയ്ക്ക് 300 രൂപയാണ്. അത് നമുക്ക് കുറച്ച്, ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്ന കേട്ടോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളിയുണ്ട്, കുറച്ച് ചുമന്നുള്ളിയുണ്ട്. അത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും കൂടി ഇടിക്കാറുണ്ട്. ഇടിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി ഇടിക്കാം. വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിന്, ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചേക്കാം. സ്റ്റൗ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാം. ഈ നല്ല പച്ച കറിവേപ്പിലയാണല്ലോ, നല്ല മണം. കറിവേപ്പിലയുടെ മണമില്ല. നമുക്ക് ചട്ടി ചൂടായേ. ഈ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ തലയൊക്കെ കറി വയ്ക്കുന്നതിന് എപ്പോഴും നമ്മൾ പച്ച ഉലുവ ഇടുന്നതായിരിക്കും ടേസ്റ്റ്. ഉലുവപ്പൊടിയെക്കാട്ടിലും ടേസ്റ്റ് വരും. കുറച്ച് കഴിഞ്ഞ് വെളുത്തുള്ളി ചുമന്നുള്ളി കൂടെ ചതച്ചിട്ട്, ഞാൻ എൻ്റെ വെളുത്തുള്ളിയുടെ തോട് എടുത്തിട്ടില്ല, നന്നായിട്ട് കഴുകിയതാട്ടോ വെളുത്തുള്ളി. ഈ ഇഞ്ചിയും കൂടെ മുന്നിൽ ചില ഞാൻ ചതച്ചാണ് ഇടുന്നത്. നന്നായിട്ട് നിളക്കി കുറച്ച് കറിവേപ്പില ഇടാം, പച്ചക്കറിവേപ്പില. ഇത് ഫ്രഷ് കറിവേപ്പില ഇടാം, നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പില. അതുകൊണ്ട് കറിവേപ്പിലേക്ക് പഞ്ഞൊന്നും വേണ്ട, എത്ര വേണേലും വാരി.
കേട്ടോ. ചെറിയ തരിയുണ്ട് കയ്യിൽ. അതിൻ്റെ മണമാണ്. നല്ല പച്ച ഉലുവയില്ലേ, അത് മൂത്ത് വരുന്നതിൻ്റെ മണമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നല്ല കറിവേപ്പിലയൊക്കെ നല്ല മൂത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിനകത്ത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുളക് പൊടി ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കയറി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്നും കൂടെ മണം വരുന്നുണ്ട്. മുളക് പൊടി ഒന്ന് ഇട്ടപ്പോലെ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് കിടന്ന് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കണം. അപ്പോഴതിൻ്റെ പാകം കറക്റ്റാകും. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരും. അന്നേരം നമ്മളതിനകത്തോട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി മുളക് പൊടി കൂക്കാൻ വെക്കുന്ന പാത്രത്തിൻ്റെ വെള്ളവും എല്ലാം കൂടെ നമ്മൾ ഒഴിച്ച് ഇതാക്കി തൊടി ഇല്ലല്ലോ, നിറം വന്നില്ലല്ലോ. എരിവും സാമ്പാറും വരുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ദോശയായിരുന്നു. ഞങ്ങളുടെ തുമ്പിക്കുട്ടിയാണേ, എൻ്റെ അനിയത്തിയുടെ മോള. പുളിവെള്ളം കൂടെ ഒഴിക്കും. ഇപ്പം നമ്മൾ ആ പാത്രം കഴുകിയുള്ള ഒഴിച്ചാൽ ചീര വെള്ളം നമ്മൾ അരപ്പെല്ലാം ഇളക്കി നമുക്കിനി അടച്ചു വെക്കാതെ അടച്ചു വെച്ചാൽ തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി അടപ്പൊക്കെ തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ആ സമയത്ത് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സ്പൂൺ ഇടുന്നുണ്ട്. തല കുറച്ചുള്ളത് കൊണ്ട് 2 സ്പൂൺ ഇടും. അപ്പോൾ ആ തലയെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കേരക്കറിയാണ് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടിക്ക് തലക്കറി ഇഷ്ടമാണോടാ? ഇഷ്ടമാണോ? അത് നമ്മളിന്ന് കപ്പയും തലക്കറിയൊക്കെ ഷാപ്പ് കറി പോലത്തെ കറിയായിട്ട് അതിന് വയ്ക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പണ്ട് അപ്പൂപ്പൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഷാപ്പ് കറി വയ്ക്കാൻ. അപ്പൂപ്പൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ. ഷാപ്പിൽ എങ്ങനെയാണ് ഇത് തലയൊക്കെ കറി വെക്കുന്നതെന്ന് അപ്പൂപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിലയ്ക്ക് വെള്ളമൊന്നും വെക്കണ്ട. ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ റെഡിയായിക്കോളും. ചട്ടി നിറഞ്ഞിടാം. ഇനി കുറച്ച് ഇങ്ങനെ ഞെട്ടി ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ചട്ടി നിറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അടപ്പിങ്ങനെ മറത്തി അടയ്ക്കരുത്. അപ്പോൾ ഈ അടപ്പ് നമുക്ക് കമർത്തി അടയ്ക്കാവേ. ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് തിളച്ച് ചാടി വരും. എന്ത് തുമ്പിയാവും ഫ്രിഡ്ജ് തുറക്കുന്നത്? പൊളിയാ പൊളി. നമ്മുടെ മീൻകറി എങ്ങനെയുണ്ടോ നമുക്കൊന്ന് പഠിച്ച് നോക്കാവേ. നമുക്ക് വെക്കണം അല്ലേ വേണം. കുറച്ചും കൂടെ വലിയ ചട്ടി വാങ്ങിക്കണം നമുക്ക് തലയൊക്കെ കറി വയ്ക്കാൻ.
കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വാങ്ങി വയ്ക്കാം. കറിവേപ്പിലേക്ക് പഞ്ഞിലത് നമ്മൾ കുറേ കറിവേപ്പില ഇടും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം, വാങ്ങി വയ്ക്കാം. കുമ്പി ടേസ്റ്റ് നോക്കിയടി തലക്കറിയുടെ. എന്നിട്ട് നമുക്ക് കപ്പയും കൂട്ടി അടിക്കാം. കപ്പ അമ്മയോട് അരിയുന്നതേ ഉള്ളൂ. എന്നിട്ട് ചട്ടീന്ന് വെളി മാറ്റി വെച്ചിട്ടും സ്റ്റൗവേന്ന് വാങ്ങി വെച്ചിട്ടും തിളയ്ക്കുന്നുണ്ട്. അതാണ് ചട്ടിയുടെ ആ ചൂടാണ് കേട്ടോ. വെളി താഴെ ഇരിക്കുവാണേ, ഇത് തിളയ്ക്കുന്നുണ്ടോ. ചീനി വെന്തില്ല, വേവാറായി. നോക്കട്ടെ, അമ്മ നോക്കട്ടെ. ഇത് വേവാറായി, നോക്കയാ. കപ്പ വിളമ്പിയിട്ട് നമുക്കിനി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛൻ്റെ കപ്പയും തലക്കറി. കപ്പയും തലക്കറി, കേരയുടെ തലക്കറിയും കപ്പയും